ഈ ഒരു രംഗം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചതാണ്. നമ്മളെല്ലാവരും ഇത് കണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗത്തിൽ കടത്തുമാറാകട്ടെ. ഇത് ആലുവയിൽ ഒരു കല്യാണ വീട്ടില് തലേന്നൊരു സങ്കടമായ ഒരു സംഭവം ഉണ്ടായി. അതിലെ ദൃശ്യങ്ങൾ മനുഷ്യനെ എത്രത്തോളം ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു ദൃശ്യമായിരുന്നു, ഒരു മരണമായിരുന്നു അത്. മനുഷ്യർക്ക് എത്രത്തോളം മരണം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചെരുപ്പിന്റെ വാറിനേക്കാൾ മനുഷ്യനോട് മരണം അടുത്തിരിക്കുകയാണ്. അള്ളാഹു ഇന്ന് ഞങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ എന്ന് നമുക്ക് അള്ളാഹുവോട് ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണ്? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. അപ്പോൾ മരണം എത്രത്തോളം നമ്മളോട് അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹുവോട് ദുആ ചെയ്യാൻ, പടച്ചോനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അള്ളാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു ദുആ ചെയ്യാനാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഈ വീഡിയോ ഇറക്കിയത്. മാത്രമല്ല നമ്മൾ ചിന്തിക്കണം മരണം ഏത് നിമിഷത്തിലാണ് നമ്മളെ പിടികൂടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സൽക്കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്കതിനൊക്കെ പടച്ചവൻ നമുക്ക് തൗഫീക്ക് തരുമാറാകട്ടെ. ഈ സംഭവം നടക്കുന്നത് ആലുവയിലെ ഒരു വിവാഹ വീട്ടിൽ വെച്ചായിരുന്നു. ബന്ധുക്കളും അതുപോലെ തന്നെ സ്വന്തക്കാരും എല്ലാവരും തലേ ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വാഭാവികമായി നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്നത് പോലെ ഒരു സന്തോഷം, എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ആ വീടിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കോൽക്കളി അവർ നടത്തുകയുണ്ടായി. പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും ടീമിലുണ്ടായിരുന്നു. നല്ലൊരു പാട്ടൊക്കെ വെച്ചുകൊണ്ട് അവരെല്ലാം സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെട്ടു വീഴുകയാണ്. അങ്ങനെ ആ സന്തോഷം നിറഞ്ഞ ആ വീട് ഒരു മരണ വീടാവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ കാരുണ്യവാനായ റബ്ബ് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമ്മെ കാക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ മരണപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കുക എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആ കാഴ്ചയാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ കാണിച്ചത്. അപ്പം ആ മരണപ്പെട്ട വ്യക്തി ആ നാട്ടിലെ ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. എല്ലാ മേഖലകളിലും അദ്ദേഹം തിളങ്ങി നിന്നൊരു മനുഷ്യനായിരുന്നു. മഹത്തുക്കളായ മഹാന്മാരായ തങ്ങന്മാരുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. അങ്ങനെ അദ്ദേഹം ശിഹാബദങ്ങളും അതുപോലെ തന്നെ തങ്ങന്മാരുമായിട്ടൊക്കെ വളരെ അടുപ്പ ബന്ധമുള്ള മനുഷ്യനും നല്ലൊരു മനുഷ്യനുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ മനസ്സിലാക്കുക, തീർച്ചയായും മരണം ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിരിക്കുകയാണ്. എപ്പോഴും അവനെ മരണം കീഴ്പ്പെടുത്താം. അപ്പോൾ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്മയായ കാര്യങ്ങള്, പരിശുദ്ധ ഖുർആനുകളൊക്കെ ധാരാളം പാരായണം ചെയ്യുക, സുന്നത്തുകൾ നമസ്കരിക്കുക, ഫർള് നമസ്കരിക്കുക, അതുപോലെ തന്നെ നല്ല നല്ല പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചവനെ നീ ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മാപ്പ് ചെയ്യണേ അല്ലാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൺമുമ്പിൽ കാണുമ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതങ്ങൾ നന്മ നിറഞ്ഞ ജീവിതമാക്കി നമ്മൾ മാറ്റിയെടുക്കണം. നമ്മുടെ ജീവിതങ്ങളൊക്കെ അങ്ങോട്ടുള്ള ജീവിതങ്ങൾ നല്ല നന്മ നിറഞ്ഞ ജീവിതമാക്കി നമ്മൾ മാറ്റിയെടുക്കണം. കാരണം മരണം ഒരാളോടും അനുമതി ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്ത് അത് വരും എന്ന് പറയത്തുമില്ല. അപ്പൊ എപ്പോഴും നമ്മളോട് അനുമതി ചോദിക്കാതെ കടന്നു വരുന്ന ഒരു വസ്തുവാണ്, ഒരു സത്യമാണ് മരണം. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ നീ മാഫ് ചെയ്യണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സർവ്വരോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും നീ കാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി